നമ്മുടെ നാഗാലാൻഡുമായി ഇനി ഒരു ബന്ധവുമില്ല. ഇതൊരു നാഗ സമൂഹം എന്ന് പറയുന്നത് നാഗാരാധനയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും അവർക്ക് അങ്ങനെ ഒരു പേര് ലഭിച്ചത്. ഫൈറ്റേഴ്സാണ്, വാരിയേഴ്സാണ്, അവർ ഇതാണ്, ക്ഷത്രിയന്മാരാണ്. പരശുരാമൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരശുരാമൻ ക്ഷത്രിയരെ നിഗ്രഹിച്ച് അവരെ അഹങ്കാരം അടക്കി അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ മഴ ബൂമറാങ്ങിൻ്റെ പണി ചെയ്യും. കറക്റ്റായിട്ട് അത് എറിയാൻ പറ്റുന്ന ആളിന് തിരിച്ചത് കയ്യിൽ തിരിച്ചു വരുന്ന രീതിയിലുള്ള ആയുധമാണത് മഴു എന്ന് പറയുന്നത്. കടൽ മാറുമ്പോൾ കടലിൻ്റെ അടിത്തട്ടിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തും നാഗങ്ങളുടെ വളരെയധികം കൂടുതൽ പ്രസൻസ് ഉള്ളൊരു സ്ഥലമാണ് കേരളം. തിരുവിതാംകൂർ രാജവംശത്തിലെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഒറ്റക്കൽ മണ്ഡപത്തിൽ കൊണ്ട് കിടത്തുകയാണ്. ഒറ്റക്കൽ മണ്ഡപത്തിൽ എന്ത് വീഴുന്നോ അത് പത്മനാഭൻ്റെ സ്വന്തമാണ്. ഹിരണ്യഗർഭം എന്ന് പറഞ്ഞൊരു കാമം, ഒരു ക്രിയ, അത് ചെയ്തുകൊണ്ട് ഇപ്പോൾ തിരുവിതാംകൂർ രാജകുടുംബത്തെ ബാക്കിയെല്ലാവരും ശൂദ്രരാണ്. നമസ്കാരം. തിരുവനന്തപുരത്ത് പത്മനാഭൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു വികാരമാണ്. ഇപ്പോൾ ഇടയ്ക്ക് നിധി ശേഖരണമൊക്കെ നമ്മൾ കണ്ടു, വാർത്തകൾ കേട്ടു, അവിടുത്തെ അത്ഭുതങ്ങൾ മനസ്സിലാക്കി. എന്നാൽ അറിയും തോറും പിന്നെയും ഒരുപാട് അത്ഭുതങ്ങൾ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട, കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ ചില കാര്യങ്ങൾ ചോദിച്ചറിയാനായി ഇന്ന് രഞ്ജിത്ത് ജി ആയിട്ടിരിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നും അത്ഭുതമാണ്. കാണുന്തോറും ഇനി അങ്ങോട്ട് തലമുറകൾ മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് അത് കാണുമ്പോൾ വീണ്ടും ഒരു അത്ഭുതവും പുതുമയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞിലെ കണ്ട പത്മനാഭസ്വാമി ക്ഷേത്രമല്ല ഇപ്പോൾ വീണ്ടും ഡെവലപ്പ് ആവുന്നു. പിന്നെ ചരിത്രങ്ങൾ വരുന്നു. അന്ന് ഇതുപോലെ സ്വർണത്തിൻ്റെ കാര്യമൊന്നും അറിയില്ലായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഈ നിധി ശേഖരണവും അതുമായിട്ട് ബന്ധപ്പെട്ട് പല വാർത്തകളിൽ ഇടം നേടി എനിക്കിതിനകത്തുള്ള ചില ആചാരങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആചാരങ്ങളെ കുറിച്ചിട്ടോ ഒന്നും പറയാനുള്ള ആളല്ല ഞാൻ. അത്രയുള്ള ഗൗരവമായ വിവരമൊന്നും എനിക്കില്ല. കുറച്ച് കാര്യങ്ങൾ അവിടെ അറിയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ പത്മനാഭനും അതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു രാജേഷ് ജി ചോദിച്ചത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ പത്മനാഭനുമായി ബന്ധപ്പെട്ടതല്ല. പത്മനാഭനുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളത് ഞാൻ പറയാം. പക്ഷെ അത് യഥാർത്ഥത്തിൽ തിരുവിതാംകൂർ രാജകുടുംബവുമായിട്ട് ബന്ധപ്പെടുന്നൊരു കാര്യമാണ്. നമ്മൾ പറഞ്ഞത് ഹിരണ്യഗർഭം എന്ന് പറഞ്ഞ ഒരു ചടങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അത് പറയണമെങ്കിൽ നമ്മൾ വളരെ പിന്നിലോട്ട് പോകണം. വളരെ പിന്നിലോട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഓണത്തിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് പറഞ്ഞ പരശുരാമനുമായി ബന്ധപ്പെട്ട കാര്യം, അല്ലെങ്കിൽ കശ്യപകുലവുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ ഇതിൽ പരശുരാമൻ എന്താണ് ചേരുന്നതെന്നുള്ളത് നമുക്കറിയാം. ക്ഷത്രിയ നിഗ്രഹമാണ് പരശുരാമൻ്റെ ഉത്തരവാദിത്വം. അപ്പം ക്ഷത്രിയന്മാരെ നിഗ്രഹിക്കുകയും ബ്രാഹ്മണരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന, പക്ഷേ ഇതിൽ കശ്യപകുലത്തിൽ തന്നെ ഒരു വാരിയേഴ്സ് അല്ലെങ്കിൽ നാഗ എന്ന് പറയുന്നത് നമ്മുടെ നാഗാലാൻഡുമായി ഇനി ഒരു ബന്ധവുമില്ല. ഇതൊരു നാഗ സമൂഹം എന്ന് പറയുന്നത് നാഗാരാധനയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും അവർക്ക് അങ്ങനെ ഒരു പേര് ലഭിച്ചത്. അപ്പോൾ അവർ ഫൈറ്റേഴ്സാണ്, വാരിയേഴ്സാണ്, അവർ ഇതാണ്, ക്ഷത്രിയന്മാരാണ്. പക്ഷേ പരശുരാമന് ക്ഷത്രിയരുമായിട്ട് ബന്ധവുമില്ല. ക്ഷത്രിയരെ കണ്ടുകൂടാ പരശുരാമന്. അപ്പോൾ പരശുരാമൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരശുരാമൻ ക്ഷത്രിയരെ നിഗ്രഹിച്ച് അവരെ അഹങ്കാരം അടക്കി അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ വാരിയേഴ്സ് ഒരു പ്രയാണമാണ്. ഒരു കശ്യപത്തിൽ നിന്നും താഴോട്ടുള്ള തെക്കേ ഇന്ത്യയിലോട്ടുള്ള പ്രയാണമാണ് പരശുരാമൻ്റെ എന്ന് പറയുന്നത്. ആ സമയത്ത് പരശുരാമൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി കൂടെ വന്ന അതേ കശ്യപകുലത്തിലുള്ള ആൾക്കാരാണ് ഈ നാഗ ഫൈറ്റേഴ്സ് അല്ലെങ്കിൽ നാഗ പോരാളികൾ എന്ന് പറയുന്നത്. ഇതിന് ഇങ്ങേ തലയ്ക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ഉദാഹരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കളരികളിൽ നിന്നും നമ്മൾ പരശുരാമനെ ഗുരുവായിട്ടും അതുപോലെ അഗസ്തീശ്വരനെ ഗുരുവായിട്ടും സങ്കല്പിച്ചാണ് നമ്മൾ എന്നും കളരികൾ, തെക്കനായാലും വടക്കനായാലും ഇനി ഇപ്പോൾ ഓർത്ത് പോയി അടിമുറയായാലും ഏതിലായാലും നമ്മൾ പരശുരാമനെയും അതുപോലെ തന്നെ അഗസ്തീശ്വരനും ഒരു സ്ഥാനം കൽപ്പിച്ചുകൊണ്ടാണ് നമ്മൾ കളരി ചെയ്യാറ്. നമ്മുടെ ആയുധ പരിശീലനത്തിൽ മഴു എന്ന് പറയുന്നൊരു പ്രധാന ആയുധമാണ്. കളരികളിൽ മഴു, പിന്നെ പരിച പോലെ, ഉറുമി പോലെ, കുറുവടി പോലെ ഒക്കെ തന്നെ, കുറുവടിയിൽ തുടങ്ങിയാണ് നമ്മൾ ആയുധം തുടങ്ങുന്നത്. അപ്പോൾ അതിൽ ഈ പറയുന്ന മഴു ഒരു വളരെ വലിയൊരു പ്രാധാന്യമുള്ളൊരു ആയുധമാണ്. പിന്നെ മഴു നമുക്ക് പറയുമാതിരി ബൂമറാങ്ങിൻ്റെ പണി കൂടെ ചെയ്യുന്ന ഒരു ആയുധമാണ്. മഴു ബൂമറാങ്ങിൻ്റെ പണി ചെയ്യും. കറക്റ്റായിട്ട് അത് എറിയാൻ പറ്റുന്ന ആളിന് തിരിച്ചത് കയ്യിൽ തിരിച്ചു വരുന്ന രീതിയിലുള്ള ആയുധമാണത് മഴു എന്ന് പറയുന്നത്. അത് പിന്നെ തെറിവാൾ എന്നൊക്കെ പറയുന്ന വേറെ കുറേ ആയുധങ്ങളൊക്കെ തമിഴ്നാട്ടിൽ അങ്ങനെയൊക്കെ പല പേരുകളിലുണ്ട്.
ഇതെല്ലാം നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ പറയുന്ന തെക്ക് വടക്ക് എന്നുള്ള ആ ഒരു വ്യത്യാസം നമുക്കങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെതായ പ്രയാണമാണ് തെക്ക് വടക്ക് നിന്നും തെക്കോട്ടുള്ളൊരു പ്രയാണം. അപ്പോൾ അക്കൂട്ടത്തിൽ ഈ നാഗന്മാർ ഇവരെ പരശുരാമനെ സഹായിക്കാൻ വേണ്ടി, പരശുരാമൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി, കൂടെ വരുന്ന ബ്രാഹ്മണ കുലത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഈ നാഗ ഫൈറ്റേഴ്സ് കൂടെ ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്ഷത്രിയ ഗുണം ത്യജിച്ചുകൊണ്ട് അവർ പൂണൂലിടുന്ന ക്ഷത്രിയ വേദ വിദ്യാഭ്യാസമുള്ള വേദവിദ്യാഭ്യാസം ഉള്ളവനാണ് പൂണൂലിൻ്റെ അധികാരം. ഡിഗ്രിക്ക് കൊടുക്കുന്ന ഒരു മറ്റേ ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു ഷർട്ടും കോട്ടും ഒക്കെ അത് മാത്രമേ ഈ പൂണൂലിൻ്റെ അർത്ഥം. അപ്പോൾ അത് എൻ്റെ മകൻ പൂണൂലിടണമെന്നുള്ള, ഞാൻ പൂണൂലിട്ടാൽ എൻ്റെ മകൻ പൂണൂലിടണമെന്നുള്ള ഒരു അവകാശമില്ല. വേദം പഠിച്ചാൽ മാത്രം പൂണൂലിടുക. അപ്പോൾ അതാണ് അതിൻ്റെ ശാസ്ത്രം. അപ്പോൾ അവർ ഈ ക്ഷത്രിയ ഗുണം പൂണൂലിടുന്ന ക്ഷത്രിയന്മാരായിരുന്നു ഈ നാഗന്മാർ. അപ്പോൾ അവർ അത് ഉപേക്ഷിച്ച് ശൂദ്ര ഗുണം സ്വീകരിച്ചിട്ടാണ് പരശുരാമൻ്റെ കൂടെ കേരളത്തിൽ തെക്കോട്ടുള്ള പ്രയാണത്തിൽ കൂടെ കൂടിയത്. അപ്പോൾ പരശുരാമൻ നമ്മുടെ പറയുന്ന ഐതിഹ്യം വെച്ചിട്ട് പരശുരാമൻ മഴ എറിഞ്ഞ് സൃഷ്ടിച്ചതാണ് കേരളം പറയാറുണ്ട്. അപ്പോൾ ഈ കടൽ മാറുമ്പോൾ കടലിൻ്റെ അടിത്തട്ടിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തും നാഗങ്ങളുടെ വളരെയധികം കൂടുതൽ പ്രസൻസ് ഉള്ള ഒരു സ്ഥലമാണ് കേരളം. പ്രത്യേകിച്ച് കടൽ മാറിയപ്പോൾ നാഗങ്ങളുടെ. അപ്പോൾ വാസുകിയുടെ അനുവാദം വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. പരശുരാമൻ വാങ്ങിച്ചിട്ടാണ് കേരളത്തിൻ്റെ സൃഷ്ടി നടത്തിയത്. അപ്പോൾ അവിടെ ബ്രാഹ്മണരെ താമസിക്കാനും അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയും അവർക്ക് ആളുകളുമായിട്ടുള്ള അവരുടെ കൂട്ടാളികളുമായിട്ട് ഈ നാഗവംശക്കാരെയും ഇവിടെ സ്ഥാപിച്ചു. ഈ അവരുടെ പരമ്പരകൾ എന്താണോ ചെയ്തു വന്നത്, നാഗങ്ങൾ ആരാധിക്കുക, അത് അവരിവിടെയും കേരളത്തിലും തുറന്നു വന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ പലയിടത്തും കാണാത്ത, പലയിടത്തും ചെറിയ രീതിയിലുണ്ടെങ്കിലും ഈ കാവുകളുടെ പ്രത്യേകത നമുക്ക് കേരളത്തിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇത് ഈ നാഗ സമൂഹം കൊണ്ടുവന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇവരെ കുറിച്ചിട്ട് അധികം എഴുതപ്പെട്ട ലിഖിതങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ അടുത്ത കാലത്ത് ദ നാഗ വാറിയേഴ്സ് ദ വാർ ഓഫ് ഗോകുൽ എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് യഥാർത്ഥത്തിൽ ഇവരെ കുറിച്ചിട്ടില്ല, നാഗ വാറിയേഴ്സിനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു പ്രയാണമൊന്നും അതിൽ പറയുന്നില്ലെന്നാണ് തോന്നുന്നത്. എങ്ങനെയാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രമായിട്ട് എങ്ങനെ ഈ ഒരു ലിങ്ക് വരുന്നത്? ഇതിൽ പത്മനാഭൻ്റെ നമ്മുടെ തിരുവിതാംകൂർ രാജവംശം, തിരുവിതാംകൂർ രാജവംശത്തിലെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഒറ്റക്കൽ മണ്ഡപത്തിൽ കൊണ്ട് കിടത്തുകയാണ്. ഇപ്പം നമുക്ക് ഒറ്റക്കൽ മണ്ഡപത്തിലോട്ട് പ്രവേശനമല്ല. പണ്ട് നമ്മൾ ഒറ്റക്കൽ മണ്ഡപത്തിൽ കയറി നിന്ന് തൊഴുവായിരുന്നു. അതൊരു തെറ്റായ രീതിയാണെന്ന് കണ്ടത് കൊണ്ടാവണം അത് മാറ്റിയത്. കാര്യം ഒറ്റക്കൽ മണ്ഡപത്തിൽ എന്ത് വീഴുന്നോ അത് പത്മനാഭൻ്റെ സ്വന്തമാണ്. അപ്പോൾ കുടുംബത്തിലൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് ഈ പറയുന്ന ഒറ്റക്കൽ മണ്ഡപത്തിൽ കിടത്തേണ്ട രഥം പത്മനാഭൻ്റെ സ്വത്താണ് ആ കുട്ടി. അതുപോലെ രാജാവാവുന്ന ആളിന് പരശുരാമന് ഒരു അനുവാദം കൊടുത്തിരുന്നു. ഈ നാഗവംശത്തിലുള്ള ആൾക്കാർക്ക് പിന്നെ ഒരു അനുവാദം കൊടുത്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജാവാവുന്ന ആളിന് മാത്രം ഹിരണ്യഗർഭം എന്ന് പറഞ്ഞൊരു കർമ്മം, ഒരു ക്രിയ അത് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും ക്ഷത്രിയ ഗുണം സ്വീകരിച്ച് രാജ്യഭാരം ഏൽക്കാം എന്നുള്ളൊരു അനുവാദം പരശുരാമൻ ഈ പറയുന്ന നാഗവംശക്കാർക്ക് കൊടുത്തിരുന്നു. ആരാണോ രാജാവാവുന്നത് അയാൾക്ക് മാത്രം. ഹിരണ്യഗർഭം എന്ന് പറഞ്ഞാൽ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത് ഒരു വലിയ സ്വർണ്ണ കുംഭത്തിനകത്ത് കയറി അതിൽ ലേപനങ്ങളൊക്കെ ഇട്ട് മുങ്ങിക്കുളിച്ച് പുതിയ ജന്മമായി പുറത്തു വരുന്ന ഒരു രീതിയാണ്. അതിനാണ് ഹിരണ്യഗർഭം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഹിരണ്യഗർഭം എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ ഭൂമിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുമ്പോഴും പറയുന്ന ഹിരണ്യഗർഭം എന്നുള്ളൊരു വാക്ക് പ്രതിപാദിച്ച് പോകുന്നുണ്ട് നമ്മുടെ പല പുരാണങ്ങളിലും. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഈ ഹിരണ്യഗർഭം എന്ന് പറയുന്ന ഈ സമ്പ്രദായം അതാണ് ഇതിന് തെളിവ്. കാര്യം ക്ഷത്രിയ ഗുണം ത്യജിച്ച് വന്ന നാഗന്മാർ അവർക്ക് രാജഭരണം കൈയാളേണ്ട അവസ്ഥ വരുമ്പോൾ രാജാവിന് മാത്രം ഹിരണ്യഗർഭ കർമ്മം സ്വീകരിച്ച് വീണ്ടും ക്ഷത്രിയ ഗുണം സ്വീകരിച്ച് രാജാവാം. അപ്പോൾ ശൂദ്രഗുണത്തിൽ നിന്നും ക്ഷത്രിയ ഗുണത്തിലേക്ക് മാറുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചോദിക്കും, നമ്മൾ പറയുമല്ലോ ശൂദ്രനാണ്, ക്ഷത്രിയനാണ്, ബ്രാഹ്മണനാണെന്ന് പറയും. രാജകുടുംബത്തിലെ രാജാവ് മാത്രമേ ഉള്ളൂ ക്ഷത്രിയൻ. ബാക്കി എല്ലാവരും ഇപ്പോൾ തിരുവിതാംകൂർ രാജകുടുംബത്തിൽ ബാക്കി എല്ലാവരും ശൂദ്രനാണ് തത്വപ്രകാരം. അങ്ങനെ പറഞ്ഞ തത്വപ്രകാരം മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിൽ പിന്നെ ഈ ഒരു അനുവാദം പരശുരാമൻ കൊടുത്തതാണ്. അപ്പോൾ അതാണ് ഈ നാഗ വാറിയേഴ്സിൻ്റെ പ്രയോജനം. നമ്മുടെ കേരളത്തിലാണ് ഇവരുടെ ഇതുവഴിയാണ് ഓണവും വന്നത്. ഓണം നമ്മൾ കഴിഞ്ഞ ദിവസം കശ്യപകുലത്തിന്റെ ഭഗവാനാണ്. കശ്യപകുലത്തിൽ ജനിച്ച ആദ്യത്തെ പുത്രനാണ്. കശ്യപനും അതിഥിക്കും ജനിച്ച ആദ്യത്തെ പുത്രനാണ് വാമനൻ. അപ്പോൾ വാമനനെ എന്തുകൊണ്ട് തൃക്കാക്കരെ കൊണ്ട് സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ തന്നെയാണ് സ്ഥാപിച്ചത്. ഇവർ തന്നെയാണ് സ്ഥാപിച്ചത്. അതുപോലെ നാഗദൈവങ്ങൾക്ക് നാഗരാജാവിന്റെ അനുവാദത്തോടെ നാഗദൈവങ്ങൾക്ക് ഒരു വീട്ടിൽ തന്നെ കാവുണ്ടാവണം എന്നുള്ള, ഒരു തറവാട്ടിൽ തന്നെ കാവുണ്ടാവണം എന്നുള്ള രീതിയിൽ അത് കൊണ്ടുവന്നതും ഈ ആചാരം ഇവർ തന്നെ. പിന്നെ അതിപ്പോൾ നമ്മളിവിടെ പലരും പറയാറുണ്ട് നായന്മാരെയാണ് നാഗന്മാരെന്ന് വിളിക്കുന്നത്. അതേ പാരമ്പര്യം വടക്കൻ കളരികളിൽ തീയന്മാർ നമ്മളിവിടെ ഈഴവ സമുദായത്തിൻ്റെ അവരാണ് ഇതിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. തെക്കിലോട്ട് വരുമ്പോൾ കളരികളനുസരിച്ചിട്ട് നാടാർ സമൂഹവും പറയുന്നുണ്ട്. നാടാർ സമൂഹം ഇതേ അവകാശം അവർ പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരെല്ലാം ഒന്നാണ്. പലയിടത്ത് വന്നപ്പോൾ പല രീതിക്ക് പിരിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ കാര്യം എന്ന് പറയുന്നത്. കളരി സമ്പ്രദായത്തിൽ ഇതെല്ലാം
ഒരേപോലെയാണ് പോകുന്നത്. എന്തായാലും തിരുവിതാംകൂർ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇത്തരം ആചാരങ്ങൾ നമുക്ക് പഠിക്കേണ്ടതാണ്. ഇത് ചിത്രനാൾ മഹാരാജാവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെയ്തു, പുള്ളി മാത്രമാണ് അവസാനമായിട്ട് ചെയ്തു എന്നുള്ളതാണ് അറിവ്. അതോ അതിനുശേഷമുള്ള ഇല്ല, ആരും അതിനുശേഷം ഇല്ലല്ലോ, അതിനുശേഷം മഹാരാജാവായിട്ടില്ലല്ലോ. നമ്മൾ പറയുന്നല്ലേ ഉള്ളൂ മഹാരാജാവാണ്, രാജ്യഭരണമില്ലല്ലോ, ഭരണമില്ല. അപ്പോൾ അതുകൊണ്ട് ചിത്രനാൾ ചെയ്തിട്ടുണ്ടോ എന്നതാണ് അറിവ്. ഇപ്പോൾ ഇതേപോലെ മുറജപം നടക്കുന്ന സമയമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. അതും ഈ പറയുന്നത് പോലെ 8 വീട്ടു പിള്ളമാരെ അവരടുത്ത് ചെയ്ത ക്രൂരതയ്ക്ക് അല്ലെങ്കിൽ രാജ്യഭരണം പിടിച്ചെടുക്കാൻ നടത്തിയ യുദ്ധങ്ങളുടെ പാപത്തിന് പരിഹാരമായിട്ടെന്നാണ് പറയുന്നത് ഈ മുറജപം എന്നാണ് എൻ്റെ അറിവ്.